ഇന്ന് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവാണ്. ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് ഇവിടെ ഒന്ന് പോവാൻ. അത്ര ദൂരം അല്ലാത്തതുകൊണ്ടായിരിക്കാം ഇത്ര സമയം എടുത്തത്. ഇതങ്ങനെയാണല്ലോ. ഇന്ന് എൻ്റെ ചിന്നുകുട്ടിയുടെ ബർത്ത്ഡേ ആണ്. എല്ലാ ബർത്ത്ഡേ കഴിഞ്ഞ് കഴിഞ്ഞാലും 364 ദിവസം മുതൽ തുടങ്ങും എണ്ണാൻ അടുത്ത ബർത്ത്ഡേ വരെ. ഈ ബർത്ത്ഡേ ബേബി അത്രയും എക്സൈറ്റഡ് ആണ് ഓരോ ബർത്ത്ഡേക്കും. അങ്ങനെ ഗിഫ്റ്റും കൊടുത്ത് ആളെ അവിടുന്ന് പൊക്കി. അപ്പോൾ അമ്മൂമ്മ പറയാ എൻജോയ് വിത്തൗട്ട് കിഡ്സ് എന്ന്. അങ്ങനെയുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് കുറവല്ലേ. ആ പോണ വഴിക്ക് പാലക്കാട് കട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അവിടെ റാവുത്തർ ഉണ്ടായിരുന്നു, അതേപോലെ രാംജീറാവ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തെന്നറിയില്ല, എല്ലാവരുടെ മുഖത്തും വല്ലാത്തൊരു സങ്കടം. മസാല ദോശ കഴിച്ചപ്പോഴാണ് പാലക്കാടൻ സാമ്പാറിന് ഇത്രയും ടേസ്റ്റോ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആരും ഇല്ലഞ്ഞപ്പോൾ ചെറിയൊരു ഷോ കാണിച്ചതാ, മൈൻഡ് ചെയ്യേണ്ട. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയപ്പം അവിടെ എനിക്ക് വേറൊരു കുഞ്ഞനിയത്തിയും കൂടി ഉണ്ട് കേട്ടോ. ആളും എൻ്റെ കുഞ്ഞളിയനും കൂടെ അവരുടെ വീടിൻ്റെ പരിസരമൊക്കെ ഇങ്ങോട്ട് കാണിച്ച് ഞാൻ എന്തൊക്കെയോ കാണിച്ച് കൂട്ടായിരുന്നു. അപ്പോഴാണ് അവരുടെ നെയ്ബറിൽ 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബർത്ത്ഡേ അന്ന് വൈകുന്നേരം ആഘോഷിക്കേണ്ടതെന്ന് അറിഞ്ഞത്. അവിടെ ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്തപ്പം ആ അവസരം മുതലാക്കി ചിന്നൂനെ അവിടെ നിർത്തിക്കൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ കുട്ടിക്ക് 3 വയസ്സായിരുന്നെങ്കിൽ അതിൻ്റെ അടുത്തൊരു 2 എഴുതി കൊടുത്തപ്പോഴേക്ക് ഓള് ഭയങ്കര ഹാപ്പി ആയിന്ന്. അപ്പോൾ കുക്കുവിൻ്റെ വക ഒരു ബർത്ത്ഡേ കേക്കും ഒക്കെ ആയപ്പം എൻ്റെ ഇളയമ്മയുടെ വീട്ടിലും കൂടെ ഒന്ന് കയറി ഇറങ്ങി. അപ്പോൾ ചിന്നുവിന് പിറന്നാൾ പായസവും റെഡി, കൂടെ പരിപ്പുവടിയും ഇലയടിയും ഒന്നും പറയണ്ട. അങ്ങനെ കുറേ നേരം കോയമ്പത്തൂരിൻ്റെ കാറ്റൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുക. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്ന് പോകാൻ പോണ ആ ഡെസ്റ്റിനേഷനിലോട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് സ്ഥലം വിട്ടു. ഓരോ ബർത്ത്ഡേക്കും എന്തൊക്കെയോ വേണമെന്ന് നമ്മൾ വാശി പിടിക്കാറുണ്ട്. പക്ഷേ ഈ ബർത്ത്ഡേക്ക് അവളുടെ ഈ വിഷ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തി ഫൈനലി ഇഷ ഫൗണ്ടേഷനിലേക്ക്. കോയമ്പത്തൂരിൽ ഞാൻ ഈ സ്ഥലത്ത് പോകാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അവിടെ കയറിയപ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ദൂരത്ത് നിന്ന് തന്നെ മഹാദേവനെ കാണാൻ തുടങ്ങിയിട്ട് അവിടേക്ക് നടന്നു പോകുമ്പോൾ മുതൽ തുടങ്ങിയതാണ് എൻ്റെ ഗൂസ് ബംസ്. പണ്ടേ ഇവളുടെ കൈ പിടിച്ചുകൊണ്ടായിരുന്നു എല്ലായിടത്തും ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അവളാണ് എന്നെ കൈ പിടിച്ചുകൊണ്ട് എല്ലായിടത്തും കൊണ്ടുപോകുന്നത്. അങ്ങനെ കാലം പോയ പോക്കേ. മഹാദേവൻ്റെ കുറച്ച് അടുത്ത ആൾക്കാരുണ്ട്, ഇവരെ നമ്മൾക്ക് അടുത്ത് കണ്ട് തലോടി ഫോട്ടോസൊക്കെ എടുക്കാം. ഞാനും ചിന്നും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും 7:20 ഗംഭീരമായിട്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. അത് സദ്ഗുരുവിൻ്റെ വോയിസിലും കൂടെ കേൾക്കുമ്പോൾ അടിപൊളിയാണ്. അങ്ങനെ ആരോ പറഞ്ഞു മസാല ദോശയും കോഫിയും അതിൻ്റെ ഫ്രണ്ടിൽ അടിപൊളിയാണ്, ട്രൈ ചെയ്യണമെന്ന്. അവിടുത്തെ പ്രളയം കണ്ടപ്പം നമ്മൾ ബേൽപൂരിയിൽ ഒതുക്കി, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ മഹാദേവനെ കൺകുളിർക്കെ കണ്ട് ചിന്നൂര് നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി.